ക്ലാസ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ഫോമർ റേറ്റിംഗ് ആണ്. ട്രാൻസ്ഫോമർ റേറ്റിംഗ്, വൈ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഇൻ KVA, അതാണ് നമ്മൾ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമർ റേറ്റിംഗ് വൈ ട്രാൻസ്ഫോമർ റേറ്റിംഗ് ഇൻ KVAയിലാണ് സാധാരണ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രാൻസ്ഫോമറിൻ്റെ ഒരു നെയിം പ്ലേറ്റ് കാണും. അപ്പോൾ എല്ലാ മെഷീനും ഒരു നെയിം പ്ലേറ്റ് ആണ്. ആ നെയിം പ്ലേറ്റിങ് ഇതിൻ്റെ റേറ്റിംഗ് എഴുതി വെക്കും. അപ്പോൾ ട്രാൻസ്ഫോമറിനെ സംബന്ധിച്ചുള്ളത് KVA ആണ്. അപ്പോൾ ആ KVA ആണെന്ന് എഴുതാനുള്ളതിൻ്റെ ഒരു റീസണാണ് നമ്മളിവിടെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് KVA എഴുതുന്നത്? കിലോ വോൾട്ട് ആംപിയർ. അതാണ് KVA എന്ന് പറയുന്നത്. K എന്നുള്ള കിലോ, B എന്നുള്ള വോൾട്ടേജ്, A എന്നുള്ള ആംപിയർ, കിലോ വോൾട്ട് ആംപിയർ. അപ്പോൾ ഇത് നമുക്ക് കിലോ വാട്ട്സിലേക്ക് പറയാറില്ല. കിലോ വാട്ട്സ് W എന്ന് പറയാതെ ഇവിടെ KVA എന്ന് പറയാനുള്ള കാരണമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നോക്കൂ, ഞാനത് വെറുതെ എന്ന് പറയാം. ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് KVAയിലാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ട് ഒരു എക്സാമ്പിൾ പറയാണ്. 20 KVA എന്നാൽ അതിൻ്റെ സെക്കൻഡറി സപ്ലൈ ചെയ്യുന്ന ഫുൾ ലോഡ് പവർ 20 KVA എന്നർത്ഥം. എപ്പോഴാണ് നഷ്ടങ്ങളൊന്നും പരിഗണിച്ചില്ല എങ്കിൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ KVA 20 KVA ആണ് എങ്കിൽ നമുക്കതിൻ്റെ സെക്കൻഡറിയിൽ കിട്ടുന്ന ഫുൾ ലോഡ് 20 KVA തന്നെ ആയിരിക്കും. അതിന് സെക്കൻഡറി സപ്ലൈ ചെയ്യുന്ന ഫുൾ ലോഡ് 20 KVA തന്നെ നമുക്ക് കിട്ടും. എപ്പോഴാണ്? ട്രാൻസ്ഫോമറിന് നഷ്ടങ്ങളൊന്നും ഇല്ല എങ്കിൽ. പക്ഷെ നമുക്കറിയാം ട്രാൻസ്ഫോമർ നഷ്ടങ്ങളുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോസ് ഒന്നും ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറഞ്ഞത്. 25 KVA ഉള്ള ഒരു ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിൽ നമുക്ക് 25 KVA കിട്ടും. അതാണ് പറയുന്നത്. ഇനി സാധാരണ രീതിയിൽ നഷ്ടങ്ങളുണ്ട്, സാധാരണ ഉണ്ടാകും. ഇപ്പോൾ ട്രാൻസ്ഫോമർ സാധാരണ നിലയിൽ പ്രവർത്തിക്കുമ്പോൾ പവർ ഫാക്ടർ അനുസരിച്ച് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അത് നമുക്കറിയാം. പവർ ഫാക്ടർ അനുസരിച്ച് വേരിയേഷൻസ് ഉണ്ടാകും, അപ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാകും. അത് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു 25 KVA ഉള്ള ഒരു ട്രാൻസ്ഫോമറിൻ്റെ പവർ ഫാക്ടർ 1 ആണെങ്കിലോ, പവർ ഫാക്ടർ 1 ആണെങ്കിൽ 25 × 1 = 25. 25 തന്നെ നമുക്ക് സെക്കൻഡറിയിൽ ലോഡ് കിട്ടും. എന്നാൽ ഒരു പവർ ഫാക്ടർ 0.75 ആണെങ്കിലോ സപ്ലൈ ലോഡ് നമുക്ക് കിട്ടുന്നത് 25 × 0.75 ആയിരിക്കും. അപ്പോൾ അത് എത്രയായിരിക്കും? 25 × 0.75 = 18.75 kW ആയിരിക്കും. അതുപോലെ പവർ ഫാക്ടർ 0.4 ആണെങ്കിൽ സപ്ലൈ ലോഡ് 24 × 0.4 = 10 kW. അപ്പോൾ നമുക്കങ്ങനെ. അപ്പോൾ ഈ പവർ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ ആ ഫാക്ടറിയിലെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ലോഡ് ഒരുപാട് ഇൻഡക്ഷൻസ് മോട്ടറൊക്കെ ഉണ്ടെങ്കിൽ പവർ ഫാക്ടർ വളരെ കുറഞ്ഞു വരും. അപ്പോൾ പവർ ഫാക്ടർ അനുസരിച്ച് അവിടുത്തെ ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ പവർ ഫാക്ടർ കൂടുതലാണോ കുറവാണോ നോക്കുന്നത്. അത് നമ്മുടെ ഫാക്ടറി ഉടമയുടെ ഉത്തരവാദിത്തമാണ്. അവിടുത്തെ പവർ ഫാക്ടർ നമ്മൾ ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ട് ഇൻക്രീസ് ചെയ്യാമെന്നും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് അവിടുത്തെ ഫാക്ടറി ഉടമയുടെ. പക്ഷേ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യുമ്പോൾ അവരുടെ കമ്പനിക്കാർ ഈ പവർ ഫാക്ടർ കൺസിഡർ ചെയ്യാതെ KVAയിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ KVA എടുക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് മനസ്സിലായി. ഇനി ഇവിടെ നോക്കൂ, ആ സീൻ കോപ്പർ ലോസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഡിപ്പെൻഡ് ഓൺ കറണ്ട്. കോപ്പർ ലോസ് എന്ന് പറയുന്നത് പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. അവിടെ രണ്ടിടത്തും ഉണ്ടാകുന്നതാണ് കോപ്പർ ലോസ്. അപ്പോൾ അത് ഡിപ്പെൻഡ് അപ്പോൺ കറണ്ട്. നമുക്ക് I²R എന്നറിയാം. നമുക്ക് അത് കറണ്ടിനെ ആശ്രയിച്ച. ആൻഡ് അയൺ ലോസ് ഓൺ വോൾട്ടേജ്. അയൺ ലോസ് എന്ന് പറയുന്ന വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പം നമ്മൾ പറയുന്നത് ഹെൻസ് ദ ടോട്ടൽ ട്രാൻസ്ഫോമർ ലോസ്. ടോട്ടൽ ട്രാൻസ്ഫോമർ ലോസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ദ വോൾട്ട് ആംപിയർ ഉണ്ടോ, വോൾട്ട് ആംപിയർ. അതിനെയാണ് VA എന്ന് പറയുന്നത്. നോക്കൂ, ഇവിടെ നോക്കൂ, VA. K എന്നുള്ള കിലോ വാട്ട്, VA. അതായത് കോപ്പർ ലോസ് ഇവിടെ വോൾട്ടേജ് അയൺ ലോസ്. അതാണ് ഇവിടെ പറയുന്നത്. ട്രാൻസ്ഫോമർ ലോസ് ഡിപ്പെൻഡ് അപ്പോൺ ദ വോൾട്ടേജ് ആംപിയർ VA and not on the phase angle between the voltage and current. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിളിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻസ് ഓഫ് ലോഡ് പവർ ഫാക്ടർ.
ലോഡ് പവർ ഫാക്ടറിനെ ആശ്രയിച്ച് അല്ല. ഏത് KVA വരുന്നത്, മനസ്സിലായല്ലോ. ഇനി ദാറ്റ് ഈസ് വൈ ദ റേറ്റിംഗ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഈസ് ഇൻ KVA ആൻഡ് നോട്ട് ഇൻ KW. അതാണ്. അപ്പൊ that is why the rating of the transformer is in KVA and not in KW. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക. KVAയിലാണ് നമ്മളെപ്പോഴും ട്രാൻസ്ഫോമറിൻ്റെ റേറ്റിംഗ് പറയുന്നത്. അതിൻ്റെ റീസൺസ് ആണ് ഞാൻ ഇത്ര നാൾ പറഞ്ഞത്. ഒരുമാതിരി ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് റെഗുലേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. റെഗുലേഷൻസ് ഓഫ് എ ട്രാൻസ്ഫോമർ. എന്താണ് ഈ റെഗുലേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ എന്നൊന്ന് നമുക്ക് റെഗുലേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഞാൻ വെറുതെ ഒന്ന് പറയാം എന്താണ്. അതായത് നമ്മൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്. അതെല്ലാം നമ്മൾക്കറിയാം. സെക്കൻഡറി നമ്മൾ ലോഡ് കൊടുക്കും. ലോഡ് കൊടുക്കാതെ നമുക്കറിയാം. നമ്മൾ പറഞ്ഞ് ഇനിഷ്യൽ ട്രാൻസ്ഫോമറിനെ പറ്റി നമ്മൾ പഠിച്ച്. അപ്പോൾ അവിടെ സെക്കൻഡറി ഓപ്പൺ ആണ്. അപ്പോൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ നോ ലോഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. നോ ലോഡ് കണ്ടീഷനിൽ ഒരു ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറിയിലെ വോൾട്ടേജ് നോക്കുക. അതേ സമയത്ത് ലോഡ് കൊടുക്കുക. ലോഡ് കൊടുക്കുമ്പോൾ ട്രാൻസ്ഫോമർ ഓൺ ലോഡിലായി. അപ്പോഴും സെക്കൻഡറിയിലെ വോൾട്ടേജ് നോക്കുക. ഇവ തമ്മിലുള്ള ഒരു വേരിയേഷൻ കാണും എപ്പോഴും. ലോഡില്ലാത്തപ്പോൾ ഉള്ള വോൾട്ടേജ് ഒന്നുകൂടെ ഞാൻ പറയാം. ട്രാൻസ്ഫോമറിന്റെ സെക്കൻഡറി, പ്രൈമറിയാണ് സെക്കൻഡറിയിലാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ആ സെക്കൻഡറി ലോഡ് കൊടുക്കാത്തപ്പോഴുള്ള വോൾട്ടേജ് മെഷർ ചെയ്യുക. അത് നോക്കുക. രണ്ടാമത് ലോഡ് കൊടുക്കുക. അപ്പോൾ സെക്കൻഡറി ലോഡ് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വോൾട്ടേജ് നോക്കുക. ഇവ തമ്മിലൊരു വ്യത്യാസം കാണും. ആ വ്യത്യാസത്തിനെയാണ് നമ്മൾ റെഗുലേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഈ വ്യത്യാസം ഏറ്റവും കുറവാണെങ്കിൽ ഏറ്റവും നല്ല ട്രാൻസ്ഫോമർ എന്ന് പറയും. ഈ വ്യത്യാസം കൂടി വന്നു കഴിയുമ്പോൾ നമ്മളത് പറയും അത്ര നല്ല ട്രാൻസ്ഫോമർ എന്ന് നമുക്ക് പറയാം. ഗുഡ് കണ്ടീഷൻ അല്ല എന്ന് പറയാം. അപ്പോൾ അതാണ് റെഗുലേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ. പിന്നെ അത് നമ്മൾ പെർസെൻറ്റേജ് ആക്കാം. പെർസെൻറ്റേജ് ആക്കുമ്പോൾ നമുക്കറിയാം എത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാം. അങ്ങനെ പെർസെൻറ്റേജിൽ നമ്മൾ അപ്പോൾ പെർസെൻറ്റേജിൻ്റെ നമ്പർ വളരെ ചെറുതാണെങ്കിൽ നമ്മളത് പറയും കുറച്ച് നല്ല ട്രാൻസ്ഫോമർ. പെർസെൻറ്റേജ് കൂടിപ്പോയാൽ നമ്മൾ പറയും കൊള്ളാം, അത്ര പോരാ, ട്രാൻസ്ഫോമർ പോരാ എന്ന് നമുക്ക് പറയാം. അപ്പോൾ കമ്പനിക്കാരെല്ലാം അത് റെഗുലേഷൻ എന്നാണെന്ന് നമ്മുടെ നെയിം ബോർഡിൽ എഴുതിയിരിക്കും. അതിൻ്റെ നെയിം ബോർഡിൽ എഴുതിയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പതുക്കെ റെഗുലേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ ഇവിടെ ഞാനൊന്ന് പറയാം. സെക്കൻഡറി സൈഡിൽ നോ ലോഡിലും ഫുൾ ലോഡിലും വോൾട്ടേജിലുള്ള വ്യത്യാസത്തെ ട്രാൻസ്ഫോമറിന്റെ റെഗുലേഷൻ എന്ന് പറയാം. സെക്കൻഡറി നോ ലോഡ് വോൾട്ടേജിന്റെ ശതമാനമാണ് ഇത് പറയുന്നത്. അതാണ് അതിന്റെ കറക്റ്റ്. അപ്പൊ ഇവിടെ നോക്കൂ, വോൾട്ടേജ് റെഗുലേഷൻസ് ഇസ് ഡിഫൈൻഡ് ആസ് ദ ചേഞ്ച് ഇൻ സെക്കൻഡറി വോൾട്ടേജ് വെൻ റേറ്റഡ് ലോഡ് അറ്റ് എ സ്പെസിഫൈഡ് പവർ ഈസ് റിമൂവ്ഡ്. അതാണ് അവിടെ പറയുന്നത്. ദ ചേഞ്ച് ഇൻ സെക്കൻഡറി വോൾട്ടേജിനകത്ത് വ്യത്യാസം വരികയാണ്. എപ്പോഴാണ്? വെൻ ദ റേറ്റഡ് ലോഡ് അറ്റ് എ സ്പെസിഫൈഡ് പവർ ഈസ് റിമൂവ്ഡ്. അവിടുത്തെ പവർ നമ്മൾ ലോഡിനെ മാറ്റുമ്പോൾ, സെക്കൻഡറിയിലെ ലോഡിനെ മാറ്റുമ്പോൾ അവിടെ വോൾട്ടേജിന് വ്യതിയാനം വരുന്നത്. അതാണ് അവിടെ. ഇറ്റ് ഈസ് സ്പെസിഫൈഡ് ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദ റേറ്റഡ് സെക്കൻഡറി വോൾട്ടേജ്. ഇത് നോക്ക്. Thus, if V0 is equal secondary terminal voltage at no load. No ലോഡിലുള്ളപ്പോൾ ആ സെക്കൻഡറിയിലെ വോൾട്ടേജ് V0 ആണെന്ന് വിചാരിക്കുക. ലോഡൊന്നും കൊടുത്തിട്ടില്ല സെക്കൻഡറി. അപ്പം നമ്മൾ V0 ആണെന്ന് വിചാരിക്കണം. ഇനി V എന്താണ്? സെക്കൻഡറി ടെർമിനൽ വോൾട്ടേജ് ഓൺ ഫുൾ ലോഡ് അങ്ങോട്ട് കൊടുത്തു. ഫുൾ ലോഡ് കൊടുത്തപ്പോൾ അവിടെ സെക്കൻഡറിയിലെ വോൾട്ടേജ് V ആണെന്ന് വിചാരിക്കുക. അപ്പം ലോഡൊന്നും ഇല്ലാത്ത V0, ലോഡ് കൊടുത്ത V. അപ്പൊ നോക്ക്, ദെൻ ദ പെർസെൻറ്റേജ് റെഗുലേഷൻ എന്താണ്? V0 മൈനസ് V. ലോഡ് ഇല്ലാത്തപ്പോൾ വോൾട്ടേജ്, ലോഡ് കൊടുത്തപ്പോൾ അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാവും. V0 മൈനസ് V ഡിവൈഡഡ് ബൈ V0 ഇൻറ്റു 100. അപ്പം നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് വാല്യൂ കിട്ടും. ഈ പെർസെൻറ്റേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ വളരെ കൂടാൻ പാടില്ല. വളരെ കൂടിക്കഴിഞ്ഞാൽ മോശമാണ്, ട്രാൻസ്ഫോമർ മോശം എന്ന് പറയും. വളരെ ഏറ്റവും കുറവായിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ദ ലെസ് ദിസ് വാല്യൂ, ഇത് കുറവാണെങ്കിൽ ദ ബെറ്റർ ദ ട്രാൻസ്ഫോമർ, അത് നല്ല ട്രാൻസ്ഫോമർ ആയി. ബിക്കോസ്
എ ഗുഡ് ട്രാൻസ്ഫോമർ should to keep its secondary terminal voltage as constant as possible under all the conditions of the load. ഏത് കണ്ടീഷനിലും ഇതൊരു കോൺസ്റ്റന്റ് ആയി വരികയാണ് ഏറ്റവും ഗുഡ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ട്രാൻസ്ഫോമർ ഡിസൈൻ ചെയ്യാൻ ഒരിക്കലും കഴിയത്തില്ല, കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മളിവിടെ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞിരിക്കണം, എങ്കിലേ നമുക്ക് ട്രാൻസ്ഫോമർ നല്ല കണ്ടീഷൻസ് പറയാൻ പറ്റുള്ളൂ. അതാണ് റെഗുലേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്ന റെഗുലേഷൻസ് ഓഫ് ദ ട്രാൻസ്ഫോമർ. താങ്ക് യു. ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.